കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ കൊടുത്തൊരു വാർത്തയുണ്ട്. അത് അമേരിക്ക ദക്ഷിണ ചൈന കടലിൽ ഒരു വലിയ സൈനിക വിന്യാസം നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. അത് ഒരു ഡിഫൻസ് വാർത്തയായിരുന്നു. പല ആൾക്കാരും അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഈ വാർത്തകളൊക്കെ ഫേക്ക് ന്യൂസാണ്, ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, ഇങ്ങനെ ഒരു വാർത്തയില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ടും ഈ വാർത്തകൾ ഇൻ്റർനാഷണൽ സോഴ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്തകൾ തന്നെയാണ്. ഇൻ്റർനാഷണൽ വാർത്തകൾ ഫോളോ ചെയ്യുന്ന പലർക്കും ഇത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അമേരിക്ക റെപ്ലിക്കേറ്റർ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു സംരംഭത്തിലൂടെയാണ് ദക്ഷിണ ചൈന കടലിൽ ചൈനയെ നേരിടാൻ പോകുന്നത്. ഈ റെപ്ലിക്കേറ്റർ ഇനിഷ്യേറ്റീവ് വഴി ഹെൽസ്കേപ്പ് സ്ട്രാറ്റജി, അഡായ് എന്നിങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആളില്ലാത്ത വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവ ദക്ഷിണ ചൈന കടലിൻ്റെ മുകളിലൂടെ പറത്തും. എന്നാൽ ദക്ഷിണ ചൈന കടലിനടിയിലൂടെ സബ്മറൈനുകൾ, അതായത് ആളില്ലാത്ത സബ്മറൈനുകൾ, കടലിനടിയിൽ കൂടെ പോകുന്ന ഡ്രോണുകൾ എല്ലാം പറത്തും. അങ്ങനെ ചൈന തായ്വാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ചൈന പിന്നെ നേരിടേണ്ടി വരുന്നത് അമേരിക്കയുടെ ഒരു പറ്റം ആളില്ലാത്ത ഡ്രോണുകളും ആളില്ലാത്ത സബ്മറൈനുകളും ഒക്കെ ആയിരിക്കും. ഇത് ചൈനയെ വിറപ്പിക്കും എന്ന് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ US നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോൺഫറൻസിലെ ക്യാപ്റ്റൻ ക്യാമ്പൽ അടക്കം പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വലിയ വലിയ സൈനിക വിന്യാസങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതായിരുന്നു വാർത്തയുടെ ക്രക്സ് എന്ന് പറയുന്നത്. അതായത് അമേരിക്കൻ സൈനികർ ഇനി അവിടെ പോവേണ്ട ആവശ്യമില്ല. അമേരിക്ക സൈന്യം ആളില്ലാത്ത വിമാനങ്ങളും ഡ്രോണുകളുമാണ് അവിടെ ഇനി പറക്കാൻ പോകുന്നത്. സബ്മറൈനുകളും അത്തരത്തിൽ തന്നെയാണ്. എന്നാൽ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്കയുടെ ഈ ഇടയ്ക്ക് വന്ന ചാറ്റ് GPT എന്ന് പറയുന്ന AI സിസ്റ്റം, അത് അമേരിക്ക ബില്യൺ ഡോളറുകൾ കൊടുത്ത് ആർക്കും ആ സാങ്കേതിക വിദ്യ കൊടുക്കാതെ ഉണ്ടാക്കിയ ഒരു AI സിസ്റ്റമാണ്. ആ AI സിസ്റ്റത്തെ പുഷ്പം പോലെ അത്രയും പൈസയില്ലാതെ വെറും $1 മില്യൺ ഡീപ് സീക്ക് എന്ന പേരിൽ ചൈന വികസിപ്പിച്ചെടുത്തു. ഇത് അമേരിക്കയെ ഞെട്ടിച്ചു കളഞ്ഞു. അതായത് അമേരിക്കയെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചാറ്റ് GPT എന്ന് പറയുന്നത്. സൂര്യനെ വരെ ചൈന ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനം മുന്നേറുകയാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ അമേരിക്കയുടെ ഈ ഒരു വെല്ലുവിളി നേരിടാൻ ചൈന സജ്ജമായി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചൈനയുടെ Type 55 ഡിസ്ട്രോയർ എന്ന് പറയുന്ന ഡ്രോൺ എന്ന് പറയുന്ന ആ ഡിസ്ട്രോയർ ഒരു ഡ്രോൺ മദർഷിപ്പിൻ്റെ സഹായത്തോടെ വമ്പൻ പ്രതിരോധം തീർക്കും എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ചൈനയുടെ Type 55 ഡിസ്ട്രോയർ, അതിനൊരു ഡ്രോൺ മദർഷിപ്പ് ഉണ്ടാവും. ആ മദർഷിപ്പിൻ്റെ സഹായത്തോടെ വമ്പൻ പ്രതിരോധമാണ് ചൈന തീർക്കാൻ പോകുന്നത്. ഹെൽസ്കേപ്പ് സ്ട്രാറ്റജിയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെപ്ലിക്കേറ്റർ ഇനീഷ്യേറ്റീവിലൂടെ അഡായ് സിസ്റ്റം വികസിപ്പിച്ച് ഹെൽസ്കേപ്പ് സ്ട്രാറ്റജി വഴിയാണ് ഇത് ചെയ്യുന്നത്. ഈ ഹെൽസ്കേപ്പ് സ്ട്രാറ്റജിയെ കിൽ വെബ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ചൈന നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചൈന അങ്ങനെയാണ് അമേരിക്കയെ കൗണ്ടർ ചെയ്യാൻ ഒരുങ്ങുന്നത്. ചൈനീസ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് US ഫ്ലീറ്റിനെതിരെ അവരുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൺമാൻഡ്, അതായത് അഡ്വാൻസ് ആയിട്ടുള്ള ആളില്ലാത്ത ആയുധങ്ങൾ ഡിപ്ലോയ് ചെയ്യും എന്നാണ്. ആളില്ലാത്ത ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കപ്പലാകാം, അത് ഡ്രോണുകളാവാം, അത് സബ്മറൈനുകളാവാം. അങ്ങനെ ഒരു കിൽ വെബ്, അതായത് ഒരു ചിലന്തി വല കെട്ടുന്നത് പോലെ ആ ചൈനയുടെ കടലിടുക്ക് ഇവർ ഈ ആളില്ലാത്ത വിമാനങ്ങളും ഡ്രോണുകളും കൊണ്ട് ഒരു വല പോലെ തീർത്ത് വയ്ക്കും എന്നാണ് അവർ പറയുന്നത്. ചൈനീസ് ഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസൈൻ സെൻറ്ററും ഹുവാഷോനെ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് തായ്വാനിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ കിഴക്കായി വെസ്റ്റേൺ പസഫിക്കിൽ ഇതിൻ്റെ അഭ്യാസവും നടന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അഭ്യാസത്തിൽ ഒരു സിംഗിൾ ടൈപ്പ് 055 ഡിസ്ട്രോയർ 8 US ആർലൈൻ ബെർക്ക് ക്ലാസ് ഡിസ്ട്രോയറുകളെ നേരിടാൻ പ്രാപ്തമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്നും ഇപ്പോൾ പറയുന്നുണ്ട്. 2 ആളില്ലാ മദർഷിപ്പ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ ഒരു ആളില്ലാ മദർഷിപ്പ് Type 55 ഡിസ്ട്രോയർ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇവിടെ 2 എണ്ണം കൊണ്ടുപോയാണ് അമേരിക്കയെ നേരിടാനുള്ള അഭ്യാസം ചൈന നടത്തിയിരിക്കുന്നത്. പോരാത്തതിന് ചൈനീസ് മീഡിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു പോറൽ പോലും മദർഷിപ്പിന് ഈ അഭ്യാസത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാനായി സാധിക്കുന്നത്. അത്ര വിജയകരമായിരുന്നു ഈ അഭ്യാസം എന്നാണ് അറിയാനായി സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ചൈന ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കയുടെ ഈ ഒരു വമ്പൻ ആക്രമണത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. തായ്വാന് തങ്ങൾ വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കുമെന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ കിൽ വെബിനകത്തായിരിക്കുന്നു തായ്വാൻ എന്നുള്ളതാണ് വേറൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.